രാമുവിൻ്റെ പരിശ്രമം. സൂര്യൻ ഉദിച്ചുയർന്നു. പതിവ് പോലെ രാമു അന്നും നേരത്തെ എഴുന്നേറ്റു. രാമു ആരാണെന്നോ? രാമു നമ്മളെപ്പോലൊരു കുട്ടിയാണ്. പുസ്തകസഞ്ചിയും തൂക്കി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കാണുമ്പോൾ രാമു അറിയാതെ തന്നെ രാമുവിൻ്റെ കണ്ണ് നിറയും. കാരണം രാമുവിന് എല്ലാ കുട്ടികളെയും പോലെ സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. രാമുവിൻ്റെ മാതാപിതാക്കൾക്ക് രാമുവിനെ പഠിപ്പിക്കാനുള്ള പണമില്ലായിരുന്നു. എന്നാൽ രാമു തനിക്ക് കഴിയുന്ന ജോലികളെല്ലാം ചെയ്ത് മാതാപിതാക്കളെ സഹായിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ രാമു സാധനം വാങ്ങാനായി കടയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരുപാട് പേര് തളർന്നിരിക്കുന്നത് കണ്ടു. വെയിൽ കൊണ്ട് വാടിയിരിക്കുന്ന അവരെ കണ്ടപ്പോൾ രാമുവിന് തോന്നി, എനിക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന്. അടുത്ത ദിവസം കാലത്തെ രാമു എഴുന്നേറ്റ് കഴിയുന്ന വൃക്ഷങ്ങളെല്ലാം ശേഖരിച്ചു. വഴിവക്കിലെല്ലാമായി രാമു അത് നട്ടുപിടിപ്പിക്കാനും തുടങ്ങി. എല്ലാവരും രാമുവിനെ കളിയാക്കി. ഇവൻ ഇതെന്താ ചെയ്യുന്നതെന്നും പറഞ്ഞു. പക്ഷെ രാമു തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. രാമു മരങ്ങളെ പരിപാലിച്ചു. വർഷങ്ങൾ കടന്നുപോയി. വെയിലും മഴയും മാറി മാറി വന്നു. രാമുവിൻ്റെ മരങ്ങൾ വളർന്നു വലുതായി. പൂത്തു കാച്ചു. ഫലങ്ങളുണ്ടായി. എല്ലാവരും അതിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കാനും തുടങ്ങി. എല്ലാവർക്കും തണലായും മാറി. അങ്ങനെ പരിഹസിച്ച എല്ലാവരും രാമുവിനെ അഭിനന്ദിക്കാൻ തുടങ്ങി. അങ്ങനെ രാമു എല്ലാവരുടെയും പ്രിയപ്പെട്ട മകനായി മാറി. ഗുണപാഠം: പരിഹസിക്കുന്നവരുടെ മുന്നിൽ തളരാതെ ജീവിച്ച് കാണിക്കുക. പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും.